9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കർശനമായ ഉപാധികൾ കൂടി ജാമ്യ ഉത്തരവിന്റെ ഭാഗമായുണ്ട്. സിബി ജോസഫ് കൂടി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് ഉപാധികൾ കോടതി വെക്കുന്നത്? ഈ ജാമ്യ ഉത്തരവ് നമ്മുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. ആ ജാമ്യ ഉത്തരവുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർശനമായ ഉപാധികളാണ് ഈ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ഒന്ന്, ഇപ്പോൾ 2 ആൾ ജാമ്യത്തിൽ 50,000 രൂപ കെട്ടിവെച്ചാണ് ഇറങ്ങേണ്ടത്. മാത്രമല്ല, ഇതിൽ ഈ NIA കോടതിയുടെ അനുമതി ഇല്ലാതെ രാജ്യം വിട്ടു പോകാൻ പാടില്ല. പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കണം. കൂടാതെ കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഈ പ്രത്യേക NIA കോടതിയെ അറിയിച്ചിരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം. അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ കന്യാസ്ത്രീമാർ. 2 ആഴ്ചയിൽ ഒരിക്കൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുകയും ചെയ്യണം. അതുകൂടാതെ തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പരസ്യ പ്രസ്താവന മാധ്യമങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും രീതിയിൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി അധ്യക്ഷനായ പ്രത്യേക NIA കോടതിയാണ് ഈ ഒരു ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ജാമ്യം വളരെ വലിയ ആശ്വാസകരമായാലും കർശനമായ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം. മാത്രമല്ല, ഇത് പ്രത്യേകമായി NIA കോടതിയുടെ കീഴിൽ ഇനി വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ജാമ്യ ഉത്തരവ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സെക്ഷനുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഇതിന്റെ ഈ FIR റദ്ദാക്കുക എന്നുള്ളതാണ് ഈ കന്യാസ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ ഈ ഒരു ഭാഗികമായ വിജയം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം കർശനമായ ഉപാധികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് നിലനിൽക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനുകൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിചാരണ ഇനി നേടേണ്ടി വരും. ഈ വിചാരണ കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ വിധത്തിൽ ഈ പാസ്പോർട്ട് റദ്ദാക്കുക അല്ലെ അവിടെ കോടതി ഹാജരാക്കുന്നതും പൂർണ്ണമായും NIA കോടതിയുടെ NIA അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഡർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അസിത, സിബി, ഇന്നിപ്പോൾ തന്നെ ഇവരെ പുറത്തേക്ക് ഇറക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി നടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ജാമ്യ ഉത്തരവ് ജയിലിലേക്ക് എത്തേണ്ടതുണ്ട്, അത്തരം വിവരങ്ങൾ എങ്ങനെ? ഈ പ്രത്യേക NIA കോടതിയുടെ കീഴിലുള്ള ഒരു ജാമ്യ ഉത്തരവ് ആയതിനാൽ അത് ജാമ്യ ഉത്തരവ് നേരിട്ട് കൈപ്പറ്റണം. ആ ഉത്തരവുമായി ഇവിടെ ജയിൽ സൂപ്രണ്ട് നേരിട്ട് കൊടുത്താൽ മതിയാവും. നേരിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ താഴെ മാത്രമേ പ്രൊസീജിയർ ഉള്ളൂ. പക്ഷേ ഈ ബിലാസ്പൂർ എന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഉണ്ട്. 2-2.5 മണിക്കൂർ തന്നെ, മൊത്തത്തിൽ 5 മണിക്കൂറായി വേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര. എന്തായാലും ഒരു 2 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന. പച്ചമാരുൾപ്പെടെ എല്ലാം അവിടെ നിന്ന് ജാമ്യ ഉത്തരവുമായി വരാറായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ജാമ്യത്തിന്റെ ഓർഡർ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഓർഡറുമായി ഇനിയിപ്പോൾ ഈ വൈദികർ ഈ കോടതിയിലേക്ക് എത്തണം. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെയെങ്കിൽ 5 മണിയെങ്കിലും ആവും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഇമെയിൽ മുഖേന യുദ്ധത്തിൽ ഈ ജാമ്യ ഉത്തരവ് മതിയോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇതിപ്പോൾ നേരിട്ട് കൊടുക്കണമെന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ ജയിൽ സൂപ്രണ്ടിന്റെ വിവേചനാധികാരമാണ്. അദ്ദേഹത്തിന് ഇമെയിൽ വഴി മതിയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ജയിൽ മോചനം സാധ്യമാകുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈദികർ ഈ ഒരു ഓർഡറുമായി അവിടെ ബിലാസ്പൂരിൽ നിന്നും തിരിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ 2 മണിക്കൂർ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് പ്രൊസീജിയേഴ്സ് ഇല്ല. മജിസ്ട്രേറ്റ് കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ കന്യാസിമാരുള്ളെങ്കിലും NIA കോടതി വിധിയായതിനാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി പ്രത്യേക ജാമ്യം എടുക്കേണ്ട ആ ഒരു കാര്യമില്ല. സാധാരണ സെഷൻസ് കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിക്കുന്നതെങ്കിൽ ഈ ഏത് കോടതിയാണോ യുദ്ധത്തിൽ ജുഡീഷ്യൽ വിട്ടത് ആ കോടതിയിൽ തന്നെ ഈ ആൾജാമ്യവും ബോണ്ടും വെച്ച് അവിടെ നിന്ന് വീണ്ടും ഒരു ബെയിൽ വെച്ചുകൊണ്ട് ജാമ്യം എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇതത് വേണ്ട, NIA കോടതി ആയതുകൊണ്ട് നേരിട്ട് തന്നെ അവിടെ നിന്നും ഈ ജാമ്യ ഉത്തരവുമായി വന്നാൽ ജയിൽ സൂപ്രണ്ടിന് ജയിൽ മോചനാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.